എന്റെ മകൻ മരിച്ചെന്നാട് കേറിയതാ ഓളാ മുറിന്റെ ഉള്ളിക്ക്. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇക്കില്ലാത്ത വേദനയാണ് ഓൾക്ക്. ആ ഒരുമ്പട്ടോള് എന്റെ പേരന്റെ ഉള്ളിക്ക് എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ കഷ്ടകാല. എന്റെ കുട്ടിയുടെ ജീവൻ പടച്ചോനാണ്ട് ഇട്ട്. ഈ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് എന്റെ കുട്ടി നിരകിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ കാരണം പടച്ചോ നേരത്തെ കൊണ്ടുപോയത് പോലെ. ഓള് കാരണം എന്റെ കുട്ടി ഇല്ലാതായത്. എന്നിട്ട് ഓളിങ്ങനെ സൂചിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിക്കുക. ഓൾക്ക് എന്തോളെ പേരന്റെ ഉള്ളിക്ക് പോയിക്കൂടെ? മനുഷ്യന്മാരിട്ട് ഇടങ്ങറാക്കാൻ വേണ്ടിട്ട്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരൂല. പടച്ചോനെ എന്തൊരു വിധിയാണിത്. ജമീല, ജമീല, റുക്കിയേ, എന്താ മളെ ജി പറയണത്? എന്ത് പറയാനാ എന്റെ മളെ? ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതാരിയാണ് എന്റെ കുട്ടി. അതിനെ പറിച്ചോ നേരാണ്ട് വിളിച്ചോണ്ടോയില്ലേ. ആ മുരുമ്പട്ടോള് എന്നീ പേരന്റെ ഉള്ളിൽ കേറി അന്ന് തുടങ്ങിയ കഷ്ടകാലാണ്. എന്താ ചെയ്യാ? പടച്ചോന്റെ വിധിന്നല്ല ഇപ്പൊ എന്തെന്നാ പറയാ? ഇതിനെ പടച്ചോന്റെ വിധിന്നല്ല പറയാ. ഓള് കാരണം എന്റെ കുട്ടി ഇല്ലാതായത്. അന്നേ ഞാൻ ഓനോട് പറഞ്ഞതായി കല്യാണം വേണ്ട വേണ്ടെന്നുള്ളത്. എന്നിട്ട് ഓൻ കേട്ടില്ല. ഇപ്പൊ എന്തായി? ഓന്റെ ജീവിതം ഇല്ലാതായി. എന്നിട്ട് ഓളെവിടെ? ആ മുറിയിൽ അതായിരിക്കണ്. ഓള് എന്ത് വിചാരിച്ചിട്ടാണോ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടിയിട്ട് കിടക്കണത്? ആകെ എന്താ ആലോചിക്കുമ്പോ തന്നെ ദേഷ്യ വരുന്നത്. ഓല് ചോരയിലാണെങ്കിൽ ഒരു കുട്ടിയും കൂടി ഇല്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് ഓള് ഇവിടെ വന്ന് നിക്കണത്? ഇതൊക്കെ കൂടെ ഇങ്ങനെ ആലോചിക്കുമ്പോ മനസ്സിന് ഭ്രാന്ത് വരുന്നത്. എന്താ ഓള് പെരേക്ക് പോവാത്ത? ഇനിയിപ്പോ ഓള് ആരെ കാത്തിരിക്കുക? ആരെ കാത്തിരിക്കാന്ന് ആർക്കാ അറിയാ? ഇതിപ്പോ നല്ല കഥ. ഇപ്പൊ സ്വന്തം പെരേക്കാണ് പോയിക്കൂടെ? എന്തായാലും ഓൻ മരിച്ചു. ഇനിയിപ്പൊ അന്നിട്ട് ഇടങ്ങറാക്ക ഓള് ഇവിടെ നിക്കണ? ഓള് എന്ത് കണ്ടിട്ടാണോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണത്? ഓള് എന്ത് വിചാരിച്ചിട്ടാന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ മുണ്ടാതെ നടക്കണമെന്നുള്ളൂ. എന്ത്? ഓളെ പെരേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ നല്ല ചെലവ് ഓൽക്ക് ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, മാപ്പിള ഇല്ലാതിരിക്ക, വാപ്പാക്കാണെന്നുണ്ടെങ്കിൽ കൂലിപ്പണി ആണ്. അപ്പൊ എന്തായാലും ഓൽക്ക് ചെലവ് കൂടന്നെ ഉള്ളൂ. അപ്പൊ ഇവിടെ ആവുമ്പോ പിന്നെ നേരത്തിന് വെട്ടി വിഴുങ്ങും ചെയ്താ പണി എടുക്കും ചെയ്യണ്ടല്ലോ. അതന്നെയാണ് ഓളെ മനസ്സിലല്ല. അപ്പൊ വേറെന്താ? ഒരു മകനോടുള്ള ഒരു സ്നേഹം പറച്ചിലും അതൊക്കെ ഒരു കേട്ട എന്റെ മനസ്സിന്റെ അരിയല്ലോ. അതാണ് ഓളെ വിചാരം. എന്തായാലും ഇവിടെ നടക്കൂല. എന്റെ കുട്ടീനെ കണ്ട് ഇല്ലാതാക്കി ഇങ്ങാണ്ട് ഓള് സൂയിച്ചേ. അത് നടക്കൂല എന്തായാലും. ഇതിപ്പോ നല്ല കഥ. ഇനിയിപ്പൊ എന്താ കാട്ടുക? ഓള് ഇവിടെ ഇങ്ങനെ വന്ന് നിക്കുമ്പോ അന്നെ കൊണ്ട് പോക്കുള്ള ചെലവൊക്കെ കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഈ നാട്ടുകാര് എന്താ പറയാ? ഈ അയൽവാസികളൊക്കെ കണ്ടാൽ എന്താ പറയാ? മോൻ മരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിക്കാന്ന് പറയുമ്പോ അണക്കാണ് അതിന്റെ മോശത്തരൊക്കെ. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞേക്കാൻ നോക്കേ. എന്റെ കുട്ടി എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അതും ഇല്ലാതായി. ഇനിയിപ്പൊ ആകെ ഞാൻ പെണ്ണ് മാത്രമേ ഉള്ളൂ. കെട്ടിച്ചോടത്താണ് അത്. അതിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന് സങ്കടാവും. അത് വിചാരിച്ചിട്ട് ഞാൻ അതിനോടൊന്നും പറച്ചിലില്ല. അത് ശരിയാണ്. ഓൾക്കൊന്ന് വന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ ഇവൾ ഉണ്ടാവുമ്പോ എങ്ങനെയാ വരിക? ഓളെ പെരക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മോശക്കാരല്ലേ. എങ്ങനെ ഇനി ഓലോടൊക്കെ പറയാൻ പോവാ? ഒക്കെ ശരിയാവും. വിഷമിക്കണ്ട. എങ്ങനെയാലും ഇവിടെ നാട്ടിന്നെ വേണം. അല്ല ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. ഓളെ ചെലവും കാര്യങ്ങളൊന്നും ഇന്നെ കൊണ്ട് നോക്കാനൊന്നും പറ്റൂല. ആര് തരുവെച്ചിട്ടാ? ഓൻ ഉണ്ടായിരുന്ന ഓനേലും പണിക്ക് പോയിന്ന്. ഇപ്പൊ ഇനി എന്താട്ടാനാ? എന്നെ കൊണ്ട് ഒരു മാർഗവും ഇല്ല. ഓളിപ്പോ അങ്ങനെ ഇവിടെ നിന്ന് സൂയിക്കും വേണ്ട. എന്റെ കുട്ടീനെ കണ്ടില്ലാതാക്കി ഇങ്ങാണ്ട്. അല്ലേടി ഇജ്ജ് കേറുന്നില്ല ഇങ്ങണ്ട്?
ഇല്ലടി ഞാൻ കേറുന്നില്ല, എന്റെ വർത്താനം കേട്ടിട്ട് വന്നതാ. എനിക്ക് ഉറക്കൻ എന്തൊക്കെയാ പറയുന്നുണ്ട്, അത് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് ഒരുപാട് പണികളുണ്ട് പെരന്റെ ഉള്ളില്, അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വരണ്ട്. എന്നായിക്കോട്ടെ, എന്നാ ചെല്ല്, വരുണ്ടോ? ആയിക്കോട്ടെ, എന്നാ ഞാനവിടെ ചെല്ലട്ടെട്ടാ. എന്താണാവോ ഇങ്ങനെ പറയണെന്ന് വിചാരിച്ച്, ആരും ഇല്ലാത്തതും അല്ലേ, പിന്നെ ഇപ്പൊ എന്താ സംഭവം എന്ന് അറിയണ്ടേ വിചാരിച്ചിട്ട് മണ്ടി വന്നതാ ഞാന്. എന്നാ ശരി എന്നാ. ഇനിയിപ്പൊ ഞാൻ തന്നെ ചെന്ന് വിളിച്ച് നീപ്പിച്ചേണ്ടി വരുവാണാവോ. എന്നോട് ഒച്ചിട്ടിട്ട് വേണം ഔത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയാൻ. ഇപ്പൊ ഞാൻ തന്നെ വന്ന് വിളിച്ചേണ്ടി വരും, എന്നാലും ഈ പെരന്റെ ഉള്ളിലത്തെ പണികളൊക്കെ ഒന്ന് എടുക്കുള്ളൂ. നീച്ച് വന്ന കൊച്ചു തമ്പുരാട്ടി. അല്ലടി, ഈ പെരന്റെ ഉള്ളിലത്തെ പണികളൊക്കെ ആരെടുക്കുക? ഇജ്ജ് വന്നിട്ട് വേറെ ആരെങ്കിലും ആക്കിക്കണ ഇവിടെ? ഞാൻ എന്ത് തെറ്റമ്മ ചെയ്തത് ഇന്നെങ്ങനെ പറയാന്? ഇജ്ജൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിന്റെ കുട്ടിയുടെ ജീവെടുത്തോളല്ലേ ഡിജി. നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലിട്ട, ഞാൻ കാരണാണ് ശരിക്കും ഇക്ക മരിച്ചത്. ഇജന്നെടി കാരണക്കാരത്തി. അന്ന് ഞാൻ ഓനോട് പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടാന്ന്. അപ്പൊ ഓനിക്ക് സ്നേഹിച്ച പെണ്ണിനെ തന്നെ കെട്ടണം. ഇപ്പൊ എന്തായി? അനക്കൊന്നുമില്ലല്ലോ നഷ്ടം വന്ന, ഇക്കല്ലേ. ഇക്കും എന്റെ കുട്ടിക്കോ നഷ്ടം ഉണ്ടായത്. എന്റെ പെരക്കാർക്കും ഇതിന് ഒരു കുഴപ്പമില്ലല്ലോ. അന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഒരു പേരിന് ഒരു കുട്ടിയെങ്കിലും ഉണ്ട് അനക്ക് ഓന്റെ ചോരയില്. ഇന്ന് അനക്ക് ഇവിടെ നിക്കണേന് അർത്ഥം ഉണ്ട് നിക്കാം. ഇത് ജി എന്ത് കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നിക്കണത്? ആരെ കണ്ടിട്ടാ നിക്കണത്? ഇന്ന് ഞാൻ എന്തേലും പണിക്ക് പോയിക്കോളാം, എന്നാ നമ്മക്ക് ഉണ്ടാക്കും ജയിക്കാലോ. ഇജ് നോക്കിക്കോളാം, എന്നിട്ട് വേണം നമുക്ക് കണ്ണി കണ്ട ആണുങ്ങളെ പിന്നാലെ തേരോടി നടക്കാന്. അതിനല്ലേ അങ്ങനെ പെയിന്റ് പെരയിൽ നിന്നുങ്ങാണ്ട് ഇജ് കണ്ണി കണ്ട ആണുങ്ങളായിട്ട് വർത്താനം പറഞ്ഞിട്ടും കൊഞ്ചു കഴിഞ്ഞിട്ടും നടക്കണ്ട. എന്റെ മകന്റെ പേരും പറഞ്ഞുങ്ങാണ്ട് നമുക്കിപ്പൊ പേരിന് എന്റെ മകന്റെ ഒരു വിലാസം വേണം. അതിന് വേണ്ടിയിട്ടല്ലേ ഇജ്ജ്? എന്തായാലും നടക്കൂല. അനക്ക് അങ്ങനെ തരാനുള്ളതൊന്നല്ല ഞങ്ങളെ വീട്ടുപേരും എന്റെ മകന്റെ പേരിൽ എന്റെ മകന്റെ പെണ്ണുങ്ങളാണെന്നുള്ള പേരൊന്നും തരാൻ അനക്ക് എന്തായാലും ഞങ്ങൾ ഉദ്ദേശിക്കണില്ല, നടക്കൂല. അല്ല, എവിടുക്കമ്മാടെ കുട്ടി പോണത്? മര്യാദക്ക് പോയിട്ടേ പേരന്റെ ഉള്ളത്തെ പണിയോളം എടുക്ക്. എന്റെ പേരേന്ന് എന്റെ തള്ളി നന്ദി ഒന്നും വന്നിട്ട് ഇവിടെ പണിയൊന്നും എടുക്കൂല. ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി തരാനൊന്നും ഇന്നെ കൂടെ ഒന്നും പറ്റൂല. മര്യാദക്ക് പോയിട്ട് പണിയോളം എടുക്കാൻ നോക്ക്. ഓൾ അറന്റെ ഉള്ളിക്ക് പിന്നെയും കേറി പോവാ ഓള്. ഏത് നേരത്താണാവ ഈ കൂടെ പറയിപ്പിക്കണ്ട. വാപ്പാന്റെ ഉമ്മാന്റെ ഒരു സുഖം ഒരാൾക്കും ഉണ്ടാവൂല. മകളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പേരിനൊന്ന് കെട്ടിച്ചറിഞ്ഞയച്ച, അതാണെന്നുണ്ടെങ്കിൽ എന്റെ മകന്റെ ജീവൻ വേഗം പോവുകയും ചെയ്തു. ഓൽക്ക് സുഖമായി എന്നല്ലാതെ. എന്തിനാ എന്നെ വിട്ട് പോയത്? നിങ്ങൾ പോയതുകൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വന്ന്. ആരുമില്ലാതായി. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിങ്ങൾ ഇഷ്ടപ്പെട്ടതോ? നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റൂല. കാരണം കൊതി തീരോളം ഞങ്ങളെ കൂടെ ജീവിച്ചിട്ട് പോലും ഇല്ലല്ലോ.
ഹലോ ഉമ്മ, എന്റെ അമ്മ ഞാൻ പറയുന്നുണ്ട്, ഒരു സ്വസ്ഥത സമാധാനം ഇല്ല എനിക്ക്. നിങ്ങൾക്ക് അറിയില്ലേ ഇമ്മ, അധികം ദിവസം പോലും ഞാൻ ഇക്കും കൂടെ ജീവിച്ചിട്ട് പോലും ഇല്ല. ഇവിടെ നിക്കുമ്പോ ഇക്കെന്റെ കൂടെ ഉള്ള പോലെ തോന്നാണ്. അതുകൊണ്ടാ ഞാൻ വരാത്തത്. പിന്നെ ഇവിടുത്തെ അമ്മ ഒറ്റയ്ക്കല്ല, ഇങ്ങനെ ഞാൻ വരിക. ഉമ്മ അവിടെ പറഞ്ഞോട്ടെ, സാരില്ല, ഉമ്മക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വന്നോ. ഞാൻ എന്തായാലും ആണ്ട് വരുന്നില്ല. അങ്ങോട്ട് വരാൻ നിന്നെ വിളിക്കും വേണ്ട, ഞാൻ വരൂല. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി വിളിക്കണ്ട. പെണ്ണിനൊന്ന് വിളിച്ചോക്കട്ടെ. 2 ദിവസമായിട്ട് ഓള് വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, കണ്ണും കാണില്ല. ഹലോ, എന്ത് വർത്താനം, ഇങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല. ഓൻ മരിച്ചിട്ട് ഇപ്പൊ 2 മാസം, നാളേക്കൊക്കെ തേയി. അതാ ആ മുറിയില് 24 മണിക്കൂർ ആ റൂമിൽ തന്നെയല്ലേ. ഓൾക്ക് വേറെ എന്താ പണിയുള്ളത്? ഇപ്പൊ ആർക്കോ ഫോൺ വിളിക്കണ സൗണ്ടും കേക്കാണ്ട്. ഇപ്പൊ എന്താ ഓൾക്ക് സുഖായില്ലേ, എന്റെ മകൻ പോയില്ലേ, ഓൾക്ക് ഇനി ആർക്കും ആണെങ്കിൽ വിളിക്കും ചെയ്യാലോ. ഞാൻ നിർത്തിയതാ, ഓള് ഇവിടുന്ന് പോവണ്ടേ, ഞാൻ എന്ത് കാട്ടാനാ? ഓൾക്ക് എന്റെ മകനോട് ഭയങ്കര ഇഷ്ടാത്ര. ഓളെ മോർണിംഗ് പറഞ്ഞാണ്ട് ഇവിടെ നിക്കാണ്. ഓളെ പെരക്കാർക്ക് ചെലവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, ഓൾക്ക് കുറയല്ലോ. അതുകൊണ്ട് ഓളം പെരക്കാര് പറഞ്ഞു കൊടുത്ത ഐഡിയ ഈക്കാരി. എവിടെ നിന്നിട്ട് ഓന് കുട്ടികളൊക്കെ എവിടെ? എന്റെ ഒരു കഥ ഞാൻ ആലോചിക്കണ്. ഒന്ന് താലോലിക്കാൻ ഒരു കുട്ടിയും കൂടി ഇല്ലാത്തൊരവസ്ഥ ഇപ്പൊ ഇവിടെ. ഓളോടാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാൻ പറഞ്ഞിട്ട് ഓളും കേൾക്കണമില്ല. എടങ്ങറയിക്കണ് ഞാൻ ഓളെ കൊണ്ട്. ഓള് വരെ ഓള് ജോലിക്ക് പോവാത്ര ഇവിടെ നിന്നുങ്ങാണ്ടേ. എന്നിട്ട് വേണം കണ്ണി കണ്ട ആണുങ്ങളെ പിന്നാലെ ഓക്കൊന്ന് നടക്കാന്. അതിനും കൂടി ഞാൻ സമ്മതിച്ചിട്ടുണ്ടെന്നേ നാട്ടുകാരെന്താ പറയാ? ഞാൻ പറഞ്ഞേക്കണൊന്നുമില്ല, ഒക്കെ എന്താ പിരാന്തല്ലേ ഓളെ പറഞ്ഞേക്കാൻ. ഇജ് ഇങ്ങോട്ട് വരുന്നില്ലേ? ഇവിടെ ഒറ്റക്ക് നിക്കാൻ വെച്ച ഒരു സമാധാനം ഇല്ലായിട്ടാണ്. ഓളെങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞേക്കണ്ടേ. ഇജ് ഇങ്ങോട്ട് വായിച്ച് വന്നാലേ നടക്കുള്ളൂ. ഇജ് വരുണ്ടോളൂ, ആർക്കും നല്ല ഫോമിലാണ്. ഞാൻ ഒന്ന് പോയോക്കട്ടെ. എന്നാ ശരി, എന്നാല് വെച്ചാളാ. ജംഷീന, എടി എടി, എപ്പ കേറി കൂടിയത് ആ റൂമിന്റെ ഉള്ളിൽ? മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോന്ന ജി. 24 മണിക്കൂർ അതിന്റെ ഉള്ളിൽ അനക്ക്. എന്റെ മകന്റെ മുറിയാണ് അത്, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നോ? ഏത് നേരം അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നുകാണ്ടോളൂ. എടി, അനക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ടില്ലേന്ന് എന്നോട് ഞാൻ ചോദിക്കണത്. അല്ലടി, ആർക്കും ഇങ്ങനെ ഫോൺ വിളിക്കണേ? കൊറേ നേരമല്ലോ ഇജ്ജ് തുടങ്ങിയിട്ട്. ഇക്കാണെന്നുണ്ടെങ്കിൽ ആർക്കാ വിളിക്കണെന്നുള്ളത് നോക്കാനും അറിയില്ല. ഞാൻ എന്റെ മകളെന്തായാലും വിളിച്ചിട്ടുണ്ട്, ഓള് ഇങ്ങോട്ട് വരട്ടെ എന്തായാലും. അത് ഇമ്മ വിളിച്ചതേനു. ഇന്ന വിളിച്ചിരുന്നത്? ഇവിടെ നിക്കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേക്കാരല്ലേ വിളിച്ചിങ്ങാണ്ട്? എന്റെ പെരക്കാരങ്ങനൊന്നും പറഞ്ഞു തരലില്ല. എന്റെ പെരക്കാര് പിന്നെ അങ്ങനെ ഒന്നും പറയില്ല. വലിയ പുണ്യാളത്തിയോട് വന്നിക്കുന്നത്. എന്റെ മകന്റെ ജീവൻ എടുത്തോളല്ലേ ഡിജി. പിന്നെ അന്നെ എനിക്ക് തീരെ വിശ്വാസം ഇല്ല. ഇത്രക്ക് ചെയ്തു കൂട്ടി തന്നെ ഞാൻ വിശ്വസിക്കുകയും ചെയ്തിട്ട് ചെയ്യണം.
ല്ലേ? നടക്കണ കാര്യം വെച്ച് പറയും. എന്തിനാ ഇമ്മ എന്നെ ഇങ്ങനെ ഇങ്ങനെ പറയണത്? ഇപ്പൊ ഇപ്പൊ മരിച്ചിട്ടും ഇമ്മക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. ഇമ്മന്റെ അവസ്ഥ എന്തായിരുന്നു? ഇമ്മ ഇപ്പാനെ കൊന്നതാന്ന് പറഞ്ഞ അമ്മക്ക് സഹിക്കോ? ഉമ്മ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ മരിച്ചെന്ന് ഓരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് അത് സഹിക്കാൻ പറ്റുമോ? അതേ അവസ്ഥ അല്ല ഉമ്മ എന്റത്. ഇമ്മ ഇക്കെന്റെ മാപ്പിളല്ല ഉമ്മ. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി. ഇക്കപ്പൊ സങ്കടം ഉണ്ടാവൂലേ? എന്റെ മകനായിട്ടല്ലടി എന്റെ മാപ്പിള അയക്കണത് അല്ലേ? നിങ്ങളെ മോനായിട്ട് തന്നെ നിന്റെ മാപ്പിള അയക്കണു. പക്ഷെ ഒന്ന് ആലോചിച്ചോടമ്മ, ഞാൻ അധികം കാലൊന്നും ഇക്കാന്റെ കൂടെ നിന്ന് ജീവിച്ചിട്ട് പോലുമില്ല. ഞങ്ങള് കൊതി തീർന്നൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കല്ലേ ഇമ്മ. ഇവിടെ നിക്കുമ്പോ എന്റെ കൂടെ ഉള്ള പോലെ തോന്നുന്നു എനിക്ക്. നിങ്ങൾ ഇന്നൊരു മകളായിട്ടോ മരുകളായിട്ടോ ഒന്നും കാണണ്ട. ഒരു വേലക്കാരി ആയിട്ടെങ്കിലും ഇന്നത് കണ്ടൂടെ നിക്ക്. അവിടുത്തെ എല്ലാ പണികളും ഞാൻ ഒറ്റക്ക് എടുത്തോളാം. ഒന്നും അറിയണ്ട. ഞാൻ ഇവിടെ നിക്കട്ടെ അമ്മ. നിങ്ങളെ മോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിക്കണെന്ന് വെച്ചാ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ? എന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒന്ന് ആലോചിച്ചു.